ഇടുക്കിയിലെ കെഎസ്ആർടിസി സർവീസുകൾ പ്രതിസന്ധിയിൽ വിവിധ ഡിപ്പോകളിൽ നിന്നും ദീർഘദൂര സർവീസുകൾ അടക്കം മുടങ്ങുന്നത് പതിവാണ്. കേടുപാടുകൾ മൂലം ഗ്യാരേജിലെ ബസ്സുകൾക്ക് പകരം ഓടിക്കാൻ ബസ്സുകൾ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഹൈറേഞ്ചിലെ ഡിപ്പോകളിൽ ഉള്ളതിൽ ഭൂരിഭാഗവും കാലപ്പഴക്കം ചെന്ന ബസ്സുകളാണെന്നും ആക്ഷേപമുണ്ട്. 21 സർവീസുകൾ മാത്രമുള്ള നെടുങ്കണ്ടം ഡിപ്പോയിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ മുടങ്ങിയത് 7 സർവീസുകളാണ്. കുമിളിയിൽ 38 സർവീസുകളിൽ 7ഉം കട്ടപ്പനയിൽ 35 സർവീസുകളിൽ 5ഉം മുടങ്ങി. മൂന്നാർ, മൂലമറ്റം, തൊടുപുഴ ഡിപ്പോകളിലും സമാന സാഹചര്യമാണ്. ഗ്രാമീണ മേഖലയിൽ നിന്നും കോട്ടയം, എറണാകുളം, തിരുവല്ല തുടങ്ങിയ മേഖലകളിലേക്കുള്ള ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ അന്തർ സംസ്ഥാന സർവീസുകൾ വരെ മുടങ്ങുന്നുണ്ട്. പുലർച്ചെയുള്ള സർവീസുകൾ മുൻകൂട്ടി അറിയിക്കാതെ മുടങ്ങുന്നത് യാത്രക്കാരെയും ബുദ്ധിമുട്ടിലാക്കുന്നു. മികച്ച കളക്ഷനുള്ള സർവീസുകളും ടേക്ക് ഓവർ സർവീസുകളും മുടങ്ങുന്നുണ്ട്. നിലവിൽ മിക്ക ഡിപ്പോകളിലും സർവീസിന്റെ എണ്ണത്തിന് ആനുപാതികമായി മാത്രമാണ് ബസ്സുകൾ ഉള്ളത്. ഒരു ബസ്സിന് കേടുപാട് സംഭവിച്ചാൽ സർവീസ് മുടങ്ങും. മിക്കവയും കാലപ്പഴക്കം ചെന്ന ബസ്സുകളായതിനാൽ പണിമുടക്കുന്നതും പതിവാണ്. മാക്സിമം ഇപ്പം നമുക്ക് അയക്കാൻ പറ്റുന്നത് 15, 16 ആവറേജ് എത്ര സർവീസുകൾ നമുക്ക് അയക്കാൻ പറ്റുന്നുള്ളൂ. കാരണം നമുക്ക് ബസ്സുകളുടെ അഭാവമാണ്. സർവീസ് പോകുന്ന ബസ്സുകൾ മിക്കവാറും പണി വരുന്നത് കൊണ്ടാണ് ഈ കൂടുതൽ ഇങ്ങനെ സംഭവിക്കുന്നത്. മിക്കതും മറ്റ് ഡിപ്പോകളിൽ പണിക്ക് കയറ്റുകയും അതുമൂലം കൃത്യസമയത്ത് നമുക്ക് പണി ചെയ്ത് ആ വണ്ടികൾ കിട്ടാതെ വരുന്നു. നെടുങ്കണ്ടം സ്റ്റേഡിയം കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റിംഗ് സെന്റർ കെഎസ്ആർടിസിക്കായി വിട്ടുകൊടുത്ത സ്ഥലത്തേക്ക് മാറ്റാനും നടപടിയില്ല. പഞ്ചായത്ത് വിട്ടു നൽകിയ ഭൂമിയിൽ 30 ലക്ഷം രൂപ ഉപയോഗിച്ച് ഓഫീസ് ആവശ്യത്തിനായി കെട്ടിടവും ഗാരേജ് പ്രവർത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. തുടർ പ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയില്ല. കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് കാട് പിടിച്ച് വനമായി അവിടെ മറ്റ് ഇടജന്തുക്കളെല്ലാം കയറി കിടക്കുന്ന സാമൂഹ്യ വിരുദ്ധരുമൊക്കെ കഴിഞ്ഞാടുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുന്നു. ശാശ്വതമായി ഏറ്റവും വേഗതയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. നെടുങ്കണ്ടം ഡിപ്പോയിലെ ബസ്സുകൾ രാത്രികാലങ്ങളിൽ റോഡരികിലാണ് പാർക്ക് ചെയ്യുന്നത്. കെഎസ്ആർടിസിക്കായി വിട്ടുകിട്ടിയ സ്ഥലവും അനുബന്ധ സൗകര്യങ്ങളും കാട് പിടിച്ച് നശിക്കുമ്പോഴാണ് ഈ അവസ്ഥ. ന്യൂസ് 18 ഇടുക്കി.